KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. പത്താൻകോട്ടിൽ നുഴഞ്ഞുകയറ്റ ശ്രമം, BSF വെടിവെപ്പിൽ ഒരാൾ മരിച്ചു. ചന്ദ്രബോസ് വധക്കേസിൽ നിസാമിന് ജീവപര്യന്തവും 24 വർഷവും തടവുശിക്ഷ. കതിരൂർ മനോജ് വധക്കേസിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനെ പ്രതി ചേർത്തു. മനുഷ്യത്വത്തിന് ബില്ലടിക്കാൻ പറ്റിയ യന്ത്രം ഇവിടില്ല, യുവാവിന് ഹോട്ടലുടമ നൽകിയത് കണ്ണു നനയിപ്പിക്കുന്ന മറുപടി. വാർത്തകൾ വിശദമായി. പഞ്ചാബിലെ പത്താൻകോട്ടിൽ പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റ ശ്രമം അതിർത്തി സുരക്ഷാസേന തകർത്തു. അതിർത്തി വഴി നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 3 പേർക്കു നേരെ BSF വെടിയുതിർത്തു. വെടിവയ്പിൽ ഒരാൾ മരിച്ചു, 2 പേർ രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് നുഴഞ്ഞുകയറ്റ ശ്രമം നടന്നത്. ടാഷ് മേഖലയിലൂടെയാണ് ഇവർ അതിർത്തി കടക്കാൻ ശ്രമിച്ചത്. മൂടൽമഞ്ഞിന്റെ മറപറ്റി അതിർത്തി കടക്കാനായിരുന്നു ഇവരുടെ ശ്രമം. അതിർത്തിയിൽ BSF കർശന സുരക്ഷാ പരിശോധന തുടരുകയാണ്. പത്താൻകോട്ട് വ്യോമത്താവളത്തിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. പാകിസ്ഥാനിൽ നിന്നും കൂടുതൽ പേർ അതിർത്തി കടക്കാൻ സാധ്യതയുണ്ടെന്നും രഹസ്യാന്വേഷണ റിപ്പോർട്ടുണ്ടായിരുന്നു. ചന്ദ്രബോസ് വധക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ മുഹമ്മദ് നിസാമിന് ജീവപര്യന്തം കൂടാതെ 24 വർഷം തടവുശിക്ഷ. തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 71.30 ലക്ഷം രൂപ പിഴയും നിസാമിന് കോടതി വിധിച്ചിട്ടുണ്ട്. ഇതിൽ 50 ലക്ഷം രൂപ ചന്ദ്രബോസിന്റെ കുടുംബത്തിന് നൽകാനും കോടതി വിധിച്ചു. കള്ളസാക്ഷി പറഞ്ഞതിന് നിസാമിന്റെ ഭാര്യ അമലിനെതിരെയും നടപടിയെടുക്കണമെന്ന് പ്രോസിക്യൂഷനോട് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ചന്ദ്രബോസിനെ ആഡംബര കാറിടിച്ചും മർദ്ദിച്ചും കൊന്ന കേസിൽ നിസാം കുറ്റക്കാരനാണെന്ന് കോടതി ഇന്നലെ വിധിച്ചിരുന്നു. ശിക്ഷയെക്കുറിച്ചുള്ള വാദവും പൂർത്തിയായി. വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ട പ്രോസിക്യൂഷൻ അത് സാധൂകരിക്കാൻ പ്രധാനമായും 3 വാദങ്ങളാണ് മുന്നോട്ടുവച്ചത്. നിരായുധനായി നിന്ന ചന്ദ്രബോസിനെ ആക്രമിച്ച രീതി, നിസാമിന്റെ ക്രൂരതയും സാധാരണക്കാരനോടുള്ള ധാർഷ്ട്യവും വ്യക്തമാവും. 14 കേസിലും കാപ്പ നിയമപ്രകാരവും പ്രതിയായ നിസാം സമൂഹത്തിന് ഭീഷണിയാണ്. നിസാമിനാൽ ഒരു കുടുംബം അനാഥമായതിനാൽ പാർലമെന്റ് ആക്രമണത്തിലെ പ്രതികൾക്ക് ലഭിച്ച അതേ ശിക്ഷയ്ക്ക് അർഹനാണ്. കൊലപാതകവും മുൻവൈരാഗ്യവും ഉൾപ്പെടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302, 323, 324, 326, 427, 449, 506 വകുപ്പുകൾ പ്രകാരമാണ് നിസാമിനെതിരെ കുറ്റം ചുമത്തിയത്. വിധിയിൽ തൃപ്തിയില്ലെന്ന് ചന്ദ്രബോസിന്റെ ഭാര്യ ജമന്തി പ്രതികരിച്ചു. പിഴത്തുക തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും അവർ പറഞ്ഞു. നിസാമിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. എങ്കിലും കേസ് ഇതുവരെയെങ്കിലും എത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് നന്ദി പറയുന്നുവെന്ന് ചന്ദ്രബോസിന്റെ അമ്മയും പ്രതികരിച്ചു. കതിരൂർ മനോജ് വധക്കേസിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനെ CBI പ്രതി ചേർത്തു. കേസിൽ 25ാം പ്രതിയാണ് P ജയരാജൻ. UPയിലെ 18ാം വകുപ്പ് പ്രകാരമാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ ജയരാജൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ജയരാജന് പ്രതി ചേർത്ത റിപ്പോർട്ട് CBI തലശ്ശേരി സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചു. ജയരാജനെതിരെ കേസിൽ UPA കുറ്റം ചുമത്തിയിട്ടുണ്ട്. നേരത്തെ 24 പ്രതികളെയാണ് പട്ടികയിൽ ചേർത്തിരുന്നത്. ജയരാജൻ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ പ്രതി ചേർത്തിട്ടില്ലെന്ന നിലപാടാണ് CBI സ്വീകരിച്ചിരുന്നത്. ജയരാജനെതിരായ തെളിവുകൾ നൽകാനും CBI തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജയരാജന് മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യമില്ലെന്ന് കണ്ട് കോടതി ഹർജി തള്ളുകയായിരുന്നു. കേസിൽ അറസ്റ്റ് ചെയ്ത പ്രതികൾക്കെല്ലാം ജയരാജനുമായി ബന്ധമുണ്ടെന്നും അവരെ സംരക്ഷിച്ചത് ജയരാജനാണെന്നും CBI കുറ്റപത്രത്തിൽ ആരോപിച്ചിരുന്നു. 1ാം പ്രതിയും P ജയരാജന്റെ മുൻ ഡ്രൈവറുമായ വിക്രമന് ഒളിത്താവളമൊരുക്കാൻ ജയരാജന്റെ നിർദ്ദേശമുണ്ടായിരുന്നുവെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ജയരാജനെ പ്രതി ചേർത്തത്. ഇന്ത്യയിലെ മദ്രസകളിൽ ഉറുദു, അറബി ഭാഷകൾ നിരോധിക്കണമെന്ന് നരേന്ദ്രമോദിയോട് ശിവസേന. വിശദമായ റിപ്പോർട്ടിലേക്ക്. വിവാഹത്തിലൂടെ കുടിയേറിയവർ ഇംഗ്ലീഷ് സംസാരിക്കാത്ത പക്ഷം നാടുകടത്തുമെന്ന ബ്രിട്ടീഷ് സർക്കാരിന്റെ നിലപാട് മാതൃകയാക്കി മദ്രസകളിൽ ഉറുദു, അറബി ഭാഷകൾ നിരോധിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് ശിവസേന ആവശ്യപ്പെട്ടു. മദ്രസകളിലെ മതപഠനം ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ മതിയെന്നും മുഖപത്രമായ സാമ്ന ആവശ്യപ്പെട്ടു.
ആശയപ്രചരണത്തിന് ഇസ്ലാമിക സ്റ്റേറ്റ് ഭീകരർ വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീകളെ ഉപയോഗിക്കുന്നുവെന്ന ബ്രിട്ടീഷ് അധികൃതരുടെ നിലപാടിൽ തെറ്റില്ല. ഡേവിഡ് കാമറൂണിനെ മാതൃകയാക്കി മദ്രസകളിൽ ഉറുദു, അറബി ഭാഷകൾ നിരോധിക്കാൻ ചങ്കുറപ്പ് കാട്ടിയാൽ അത് രാജ്യത്തിന് നേട്ടമുണ്ടാക്കും. നമ്മുടെ പ്രധാനമന്ത്രി മാത്രമല്ല മറ്റു മന്ത്രിമാരും നാടു ചുറ്റുന്നുണ്ട്. അത് നാട്ടിൽ വികസനമുണ്ടാക്കും. എന്നാൽ രാജ്യത്തിനകത്തെ ശത്രുവിനോട് പൊരുതാനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടുക എന്നും സാംന ചോദിക്കുന്നു. ഉറുദു, അറബി ഭാഷകൾ നിരോധിക്കുന്നതിനോടൊപ്പം ഏക സിവിൽ കോഡ് നടപ്പാക്കാനും രാമക്ഷേത്രം നിർമ്മിക്കാനുമുള്ള ചങ്കൂറ്റവും കേന്ദ്ര സർക്കാർ കാട്ടണമെന്നും സാംന ആവശ്യപ്പെട്ടു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. തെരുവിൽ അലയുന്ന ബാലന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത യുവാവിന് ബില്ലിൽ കണ്ണു നനയിപ്പിക്കുന്ന മറുപടിയുമായി മലപ്പുറത്തെ ഹോട്ടലുടമയുടെ നന്മയുടെ കഥ സോഷ്യൽ മീഡിയയിൽ സൂപ്പർ ഹിറ്റ്. ഫേസ്ബുക്കിലെ പബ്ലിക് ഗ്രൂപ്പായ റൈറ്റ് തിങ്കേഴ്സിലാണ് ആരുടെയും കണ്ണ് നനയിപ്പിക്കുന്ന അനുഭവകഥ പ്രത്യക്ഷപ്പെട്ടത്. മിനിറ്റുകൾക്കകം 10,000-കണക്കിന് ലൈക്കുകളും 1000-കണക്കിന് ഷെയറുകളുമാണ് പോസ്റ്റിന് ലഭിച്ചത്. തെരുവ് ബാലന് ഭക്ഷണം വാങ്ങി നൽകിയ യുവാവിന് ഹോട്ടലുടമ നൽകിയ ബില്ലിനെക്കുറിച്ച് യുവാവ് പറയുന്നതിങ്ങനെ: ഭക്ഷണശേഷം ഞാൻ ബില്ല് ആവശ്യപ്പെട്ടു. ഹോട്ടൽ ജീവനക്കാരൻ കൊണ്ടുവന്ന ബില്ലിലെ വാചകങ്ങൾ എന്നെ ആശ്ചര്യപ്പെടുത്തി. കഴിച്ച ഭക്ഷണത്തിന്റെ തുക എത്രയെന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല അതിൽ. പകരം എനിക്കായി ഒരു വാചകം: മനുഷ്യത്വത്തിന് ബില്ലടിക്കാൻ പറ്റിയ യന്ത്രം ഇവിടില്ല, നന്മയുണ്ടാകട്ടെ എന്ന് മാത്രം. നന്മയുടെ സന്ദേശം നൽകുന്ന ഈ അനുഭവകഥയും പോസ്റ്റും ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. 1000-കണക്കിന് ആളുകളാണ് യുവാവിനെ അഭിനന്ദിച്ച് മറുപടികൾ അയച്ചിരിക്കുന്നത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. മക്കൾ ഞങ്ങൾ ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴി. മക്കൾ ഞങ്ങൾ ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴി. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ, സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ, സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. അടിമത്തത്തിൻ ചങ്ങല പൊട്ടി ചുണരാം നമുക്കു ഗതിവേഗം, അധർമ്മക്കോട്ട തകർത്തെറിയാമിനി ഒത്തൊരുമിക്കൂ അതിവേഗം. മക്കൾ ഞങ്ങൾ ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനം. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ ലക്ഷദ്വീപ് ഘടകം ചെത്തലത്ത് നൂറുൽ ഉലമ നഗറിൽ സംഘടിപ്പിച്ച ത്രിദിന മുഅല്ലിം സമ്മേളനം സമാപിച്ചു. 10ലേറെ സെഷനുകളിലായി സിയാറത്ത്, ഉദ്ഘാടനം, ലീഡേഴ്സ്, ശില്പശാല, സ്ത്രീ ബോധവൽക്കരണം, കൌൺസിലേഴ്സ് മീറ്റ്, ഷേഖ് ജീലാനി, താജുൽ ഉലമ, നൂറുൽ ഉലമ അനുസ്മരണം, സുന്നത്ത് ജമാഅത്ത്, ദഅ്വ രീതി, മാതൃകാ മുഅല്ലിം, പഠന പ്രശ്നങ്ങൾ, സമീപന രീതികൾ, ആത്മസംസ്കരണം, മാതൃകാ മുഅല്ലിം, വിദ്യാർത്ഥി കേന്ദ്രീകരണം എന്നിവയിൽ പഠന ചർച്ചാ ക്ലാസുകളും നടന്നു. സയ്യിദ് ഫസൽ ജിഫിരി, VPM ഫൈസി വില്യാപ്പള്ളി, കുഞ്ഞുകുളം സുലൈമാൻ സഖാഫി, ചെറൂപ്പ ബഷീർ മുസ്ലിയാർ, തെന്നല മുസ്തഫ ബാക്കവി ക്ലാസ് എടുത്തു. സമാപന വേദിയിൽ മുഅല്ലിംകൾ പ്രതിജ്ഞയെടുത്തു. സുന്നി വോയ്സ് ഡാറ്റ അപ്ലോഡിംഗിനുള്ള അവസരം നാളെ കാലത്ത് 10 മണിയോടെ അവസാനിക്കുമെന്നും ജില്ലാ ഘടകങ്ങൾ സംക്ഷിപ്ത റിപ്പോർട്ടും വരിസംഖ്യയും 25-ന് വൈകുന്നേരം 5-ന് മുമ്പായി ഓഫീസിൽ സമർപ്പിക്കണമെന്നും SYS സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരത്തിൽ SSF പ്രവർത്തകന് മിന്നും വിജയം. കോഴിക്കോട് കരുവമ്പൊയിൽ യൂണിറ്റ് SSF പ്രവർത്തകൻ KP മുഹമ്മദ് സിനാനാണ് എ ഗ്രേഡോടെ 2ാം സ്ഥാനം നേടിയത്. കരുവമ്പൊയിലിൽ കേളംപറമ്പിൽ അബ്ദുറഷീദ് സഫിയ ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് സിനാൻ. കഴിഞ്ഞ SSF സംസ്ഥാന സാഹിത്യോത്സവിൽ അറബി ഗാനത്തിൽ എ ഗ്രേഡോടെ 1ാം സ്ഥാനം നേടിയ സിനാന്റെ പ്രധാന ഗുരു ഉമർ മാവൂരാണ്. കരുവമ്പൊയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സിനാൻ. പ്രഗത്ഭ ഗായകനും SSF സംസ്ഥാന സാഹിത്യോത്സവ കലാപ്രതിഭയും പിതൃസഹോദരനുമായ മാസ്റ്റർ ഹബീബ് റഹ്മാനാണ് മുഹമ്മദ് സിനാനെ കലാരംഗത്തേക്ക് കൊണ്ടുവന്നത്. മുഹമ്മദ് ജിദാൻ, സന അഫ്നാൻ എന്നിവർ സഹോദരങ്ങളാണ്.
വെണ്ണക്കോട് യൂണിറ്റ് SYS SSF യൂണിറ്റ് കമ്മിറ്റി സംയുക്തമായി സംഘടിപ്പിക്കുന്ന നസ്വീഹ 2016 ദശദിന പ്രഭാഷണത്തിന് നാളെ തുടക്കമാകും. പ്രാരംഭ ദിനമായ നാളെ സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി കടലുണ്ടി പ്രഭാഷണം നടത്തും. തുടർന്നുള്ള ദിവസങ്ങളിൽ സയ്യിദ് മുഹമ്മദ് തുറാബത്തങ്ങൾ അസ്സഖാഫി, ഹാഫിള് മസ്ഊദ് സഖാഫി ഗൂഡല്ലൂർ, അബ്ദുറഷീദ് സഖാഫി ഏലംകുളം, അബ്ദുറഷീദ് സഖാഫി പത്തപിരിയം തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. സമാപന ദിവസമായ 31 ഞായറാഴ്ച സമസ്ത സെക്രട്ടറി കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ, മറ്റു പ്രമുഖ പണ്ഡിതർ തുടങ്ങിയവർ സംബന്ധിക്കും. ശ്രീകണ്ഠപുരം കൊയ്യം മർക്കസിന്റെ ആഭിമുഖ്യത്തിൽ ഷേഖ് ജീലാനി അനുസ്മരണവും മുഹീദ്ദീൻമാല ആലാപനവും ഇന്ന് വൈകിട്ട് കൊയ്യം മർക്കസിൽ നടക്കും. മുഹീദ്ദീൻമാല ആലാപനത്തിന് നിബ്രാസിയ ബുർദ സംഘം നേതൃത്വം നൽകും. തുടർന്ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഹംസ ബാക്കവി നടുവിൽ, അബ്ദുസലാം ഇർഫാനി, അനസ് ഇർഫാനി, സിദ്ദീഖ് ഇർഫാൻ അംജദി അഗത്തി, അബ്ദുൽ മുഈദ് സഖാഫി പങ്കെടുക്കും. ഖത്തറിലെ ദോഹ തഅലീമുൽ ഖുർആൻ മദ്രസ സ്റ്റുഡൻസ് ഫെസ്റ്റിന്റെ ഭാഗമായി മദ്രസ വിദ്യാർത്ഥികളുടെ ഉമ്മമാർക്കായി നടത്തിയ പ്രവാസി വായന ക്വിസ് മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. ഹഫ്സത്ത് നാസർ 1ാം സ്ഥാനവും കഫീല ബീഗം 2ാം സ്ഥാനവും നേടി. ആദ്യ 10 സ്ഥാനത്തിന് അർഹരായവർക്ക് പ്രോത്സാഹന സമ്മാനവും നൽകി. ICF നാഷണൽ ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം ഹാജി മേമുണ്ട വിജയികളെ പ്രഖ്യാപിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പത്താൻകോട്ടിൽ നുഴഞ്ഞുകയറ്റ ശ്രമം, BSF വെടിവെപ്പിൽ ഒരാൾ മരിച്ചു. ചന്ദ്രബോസ് വധക്കേസിൽ നിസാമിന് ജീവപര്യന്തവും 24 വർഷവും തടവുശിക്ഷ. കതിരൂർ മനോജ് വധക്കേസിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനെ പ്രതി ചേർത്തു. മനുഷ്യത്വത്തിന് ബില്ലടിക്കാൻ പറ്റിയ യന്ത്രം ഇവിടില്ല, യുവാവിന് ഹോട്ടലുടമ നൽകിയത് കണ്ണു നനയിപ്പിക്കുന്ന മറുപടി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.